പുതുച്ചേരി സർക്കാരിനെ കേരള സർക്കാർ മാതൃകയാക്കണമെന്ന് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 47ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ആശമാരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. 10,000 രൂപയായിരുന്ന ആശമാരുടെ ഓണറേറിയം കഴിഞ്ഞ ദിവസം 18,000 രൂപയാക്കി പുതുച്ചേരി സർക്കാർ ഉയർത്തിയിരുന്നു. BJP ഭരിക്കുന്ന പാലാ മുത്തോലി പഞ്ചായത്ത് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ തയ്യാറായതിനെയും സമരക്കാർ സ്വാഗതം ചെയ്തു. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇതിൽ പല രാഷ്ട്രീയത്തിലുള്ള ആശാവർക്കർമാരാണുള്ളത്. മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്നത് ഈ സമരത്തോടുള്ള സമീപനമാണ്. ഗവൺമെൻറ്റാണ് എന്താണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കുൽസിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച ഒരുതരം ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് വെച്ചു പുലർത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പുതുച്ചേരിയെ മാതൃകയാക്കണമെന്ന് ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ ഓണറേറിയം പുതുച്ചേരി സർക്കാർ 10,000 രൂപയിൽ നിന്നും 18,000 രൂപയാക്കി. സംസ്ഥാനങ്ങൾക്ക് ഓണറേറിയം സ്വന്തമായി വർദ്ധിപ്പിക്കാമെന്നാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നതെന്നും കേരളം ഇത് മാതൃകയാക്കണമെന്നുമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഗവൺമെന്റ് ഈ കേന്ദ്രത്തോട് പോയി മേടിക്കാൻ പറയുന്ന ആ പ്രഹസനം മതിയാക്കാൻ സമയമായി. ഇനി ആ ചോദ്യത്തിനൊട്ടും പ്രസക്തിയില്ല എന്നുള്ളതിന്റെ പരമപ്രധാനമായ തെളിവാണ് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൈകോർത്ത് UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സന്നദ്ധമായി വന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവിലാണ്. അതിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 47ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരം 9ാം ദിവസത്തിലേക്കും. ആശാ വർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. എന്നാൽ ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തന്നെ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജനം, തിരുവനന്തപുരം.